നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. റേഷൻ കടകളിൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതോടെ ഇനി മുതൽ ഇഷ്ടമുള്ള ഇനം അരി ലഭിക്കില്ല. പുഴുക്കല്ലരി, മട്ടരി, പച്ചരി എന്നിവയെല്ലാം ചേർന്ന് വിതരണം നടത്തും. കെട്ടിക്കിടക്കുന്ന ചിലയിനം അരി വിറ്റുതീർക്കാനാണ് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതെന്ന് സൂചന. ഒളിമ്പിക്സിന്റെ ആരവത്തിൽ വിദ്യാർത്ഥികൾ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സംഘടിപ്പിച്ച ഒളിമ്പിക്സ് റണ്ണും റിംഗ് ഫോർമേഷനും ആവേശകരം. വാഗ UP സ്കൂളിൽ ഒളിമ്പിക് സ്പെഷ്യൽ അസംബ്ലി നടന്നു. ലഹരി വിപത്തിനെതിരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി നാട്. പഴുന്നാനയിൽ എക്സൈസ് വിമുക്തി മിഷൻ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി അനിമേഷൻ ആൽബം നിർമ്മിച്ച് കുന്നംകുളത്തെ സയൻഷ്യ അക്കാദമി. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. കുട്ടഞ്ചേരി, പറക്കുന്ന, പാലപ്പെട്ടി, തൂവാറ തുടങ്ങിയ കുന്നുകളിലും വീടുകൾക്ക് സമീപവും കരിയന്നൂരിലെ കുന്നിൻ ചെരുവിലുള്ള വീടുകൾക്ക് സമീപവുമാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. കുട്ടഞ്ചേരി കുന്നത്ത് നാരായണന്റെ വീടിന് പുറകിലെ കുന്നിടിഞ്ഞിരുന്നു. 2018 പ്രളയത്തിലും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കുട്ടഞ്ചേരിയിൽ ഏതാനും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കരിയന്നൂർ കുന്നിൽ ചെരുവിൽ താമസിക്കുന്ന മുക്കിൽപുരയ്ക്കൽ ദാസൻ, മുക്കിൽപുരയ്ക്കൽ വേലായുധൻ, മഠത്തിൽ പറമ്പിൽ ഭാസ്കരൻ, കരിയന്നൂർ മണി എന്നിവരുടെ വീടിന് പുറകുവശത്താണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞത്. 60ഓളം വീടുകളുടെ അപകട സാധ്യത പ്രദേശപരിധിയിലുണ്ട്. ഇവർ താമസിക്കുന്ന കുന്നിനോട് ചേർന്ന് വലിയ അളവിൽ വെള്ളം കെട്ടിനിൽക്കുന്ന ഭീമൻ കരിങ്കൽ ക്വാറികളുണ്ട്. 2018 പ്രളയകാലത്തും കരിയന്നൂർ കുന്നിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മണ്ണിടിയുന്ന ഭൂമികൾ തട്ടുകളാക്കി രൂപമാറ്റം വരുത്തുവാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. കുന്നംകുളം തഹസിൽദാർ OV ഹേമ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ TS സുരേഷ് കുമാർ, PS ശശി, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ബിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, വാർഡ് മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, സതി മണികണ്ഠൻ എന്നിവരും ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. ചുണ്ടൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരമാണ് NCP പ്രതിനിധിയായ മാഗി ജോൺസൺ രാജിവെച്ചത്. 18ാം വാർഡിനെയാണ് മാഗി ജോൺസൺ പ്രതിനിധീകരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനം ഘടകകക്ഷികൾക്കായി പങ്കുവച്ചിരുന്നു. ആദ്യ 2 വർഷം CPI പ്രതിനിധി VP ലീലയായിരുന്നു ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചിരുന്നത്. കാലാവധിയിൽ ബാക്കിയുള്ള 3 വർഷത്തിൽ 1.5 വർഷം NCPക്കും തുടർന്നുള്ള 1.5 വർഷം കേരള കോൺഗ്രസ് എമ്മിനുമാണ് നിശ്ചയിച്ചിരുന്നത്. ഇനിയുള്ള 1.5 വർഷം കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിക്കുന്ന 3ാം വാർഡ് അംഗം ജുലറ്റ് വിനു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണാകും. ഈ മാസം 13-നാണ് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഒരാഴ്ചത്തെ ആശങ്കകൾക്ക് ശേഷം പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നിബന്ധനകൾക്ക് വിധേയമായാണ് പാലം തുറന്നിരിക്കുന്നത്. പാലത്തിലൂടെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ ഇക്കഴിഞ്ഞ 30-നാണ് ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറിയത്. ഇതോടെ പാലം അടച്ചിടുകയായിരുന്നു. പട്ടാമ്പി ടൗണിലേക്കും വെള്ളം കയറിയിരുന്നു. പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറിയതോടെ പാലത്തിന്റെ കൈവരികളും തകർന്നിരുന്നു. തുടർന്ന് പാലം ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശേഷമാണ് ഓഗസ്റ്റ് 2-ന് പാലത്തിന് മുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കാൽനട യാത്രയ്ക്കായി തുറന്നുകൊടുത്തത്. എന്നാൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഉയരുകയുണ്ടായി. 100 കണക്കിന് യാത്രക്കാരാണ് പാലം അടച്ചതോടെ യാത്രാ ദുരിതം നേരിട്ടത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ചേർന്ന യോഗത്തിൽ സുരക്ഷ ഒരുക്കി നിബന്ധനകളോടെ പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കുവാൻ തീരുമാനമായത്. തുടർന്ന് പാലം തുറന്നുകൊടുക്കുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ പോലീസ് സുരക്ഷ ഒരുക്കി പാലം വാഹനയാത്രയ്ക്കായി തുറന്നുകൊടുത്തത്. ബസ്സിനും മറ്റു ചെറുവാഹനങ്ങൾക്കുമാണ് ഇപ്പോൾ പാലത്തിലൂടെ കടന്നുപോകുവാൻ അനുവാദമുള്ളൂ. ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ, ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പൂർണ്ണമായിട്ട് കൈവരി വരുന്നത് വരയ്ക്ക്, അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്ന വരയ്ക്ക് അത് ആലോചിക്കും. അപ്പൊ ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺ വേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക. അപ്പൊ ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട്
പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും. എന്തായിരുന്നാലും ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതിരാവിലെ തന്നെ തുറക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നല്ല ശ്രദ്ധിച്ച ആളുകൾക്ക് പോകണം. കാൽനട യാത്രക്കാരുണ്ടാവും. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും രണ്ട് ഭാഗത്തും പോലീസുകാരുണ്ടാവും. ബാക്കി ക്രമീകരണങ്ങൾ ഇതിന്റെ ഒരു ട്രയൽ നോക്കിയെന്ന് വൈകുന്നേരത്തോടുകൂടി ബാക്കി ക്രമീകരണങ്ങൾ വരുത്തും. MLA-യും മറ്റു ജനപ്രതിനിധികളും രാവിലെ പാലത്തിന് മുകളിൽ എത്തിയിരുന്നു. ഒരു വരിയായാണ് പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം തുടങ്ങിയതോടെ ടൗണിൽ ഗതാഗതക്കുരുക്കും തുടങ്ങി. അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരശിഖരങ്ങൾ മുറിച്ചുമാറ്റി. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ പാടം വരെ നിരവധി പാഴ്മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി CCTV വാർത്ത നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിന്റെ ഇടപെടലിനെ തുടർന്ന് KSTP അധികൃതർ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയത്. തിരക്കേറിയ സംസ്ഥാന പാതയിൽ പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചു. വരും ദിവസങ്ങളിലും പാതയോരത്ത് അപകട ഭീഷണിയായി നിലകൊള്ളുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റേഷൻ കടകളിൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതോടെ ഇനി മുതൽ ഇഷ്ടമുള്ള ഇനം അരി കിട്ടില്ല. പുഴുക്കലരി, മട്ടരി, പച്ചരി എന്നിവയെല്ലാം കൂടിയായിരിക്കും വിതരണം ചെയ്യുക. കഴിഞ്ഞ മാസം വരെ ഇവയിൽ ഏതെങ്കിലും 1-2 ഇനം തിരഞ്ഞെടുക്കാൻ റേഷൻ കാർഡ് ഉടമകൾക്ക് കഴിയുമായിരുന്നു. ഈ മാസം മുതൽ അതിനുള്ള സൗകര്യം ഭക്ഷ്യവകുപ്പ് നിർത്തിയിരിക്കുകയാണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യതയനുസരിച്ചാണ് ഓരോ ഇനത്തിന്റെയും അളവ് നിശ്ചയിക്കുന്നത്. ചില താലൂക്കുകളിൽ വെള്ളക്കാടിനുള്ള 5 കിലോ വിഹിതത്തിൽ മട്ടരി, പോഷിത മട്ടരി, പച്ചരി, പുഴുക്കലരി എന്നീ 4 ഇനം അരികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 കിലോ അരി വാങ്ങാൻ ഇനി മുതൽ 4 സഞ്ചിയുമായി പോകേണ്ട സ്ഥിതിയിലാണ് റേഷൻ കാർഡ് ഉടമകൾ. ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചില ഇനം അരി 1/2 കിലോ മാത്രമാക്കുകയും ചെയ്തു. വെള്ളക്കാർഡുകൾക്ക് മിക്ക താലൂക്കുകളിലും വിവിധയിനം അരി ഓരോ കിലോ വീതമാണ് ഉണ്ടാവുക. കോമ്പിനേഷൻ ബില്ലിംഗ് രീതി നിർത്തിയത് കാർഡുടമകൾക്കും റേഷൻ വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുക. വെവ്വേറെ തൂക്കി നൽകേണ്ടതിനാൽ വ്യാപാരികളുടെ ജോലിഭാരവും കൂടും. കടകളിൽ തിരക്കുള്ളപ്പോഴാണെങ്കിൽ വിതരണം വൈകുന്നതിനും ഇത് കാരണമാകും. ഏതെങ്കിലും ഒരിനം അരിയില്ലെങ്കിൽ അതെത്തുന്നതുവരെ കാർഡുടമ കാത്തിരിക്കേണ്ട സാഹചര്യവുമുണ്ടാകും. ഓണക്കാലത്ത് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തരുതെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചിരുന്നില്ല. കെട്ടിക്കിടക്കുന്ന ചിലയിനം അരി വിറ്റ് തീർക്കാനാണ് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയത് എന്നാണ് വിവരം. CCTV ന്യൂസ്, കേച്ചേരി. എക്സൈസ് വിമുക്തി മിഷൻ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരി ആപത്താണ് എന്ന പേരിൽ പഴുന്നാന വെളിച്ചം സൗഹൃദ കൂട്ടായ്മ നെഹ്ജുൽ ഹുദ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വെളിച്ചം സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് AM മുഹമ്മദ് സലീം അധ്യക്ഷനായി. സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി വിശിഷ്ടാതിഥിയായി. ചൊവ്വന്നൂർ പഞ്ചായത്ത് അംഗം രത്നകുമാരി, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് M പത്മിനി ടീച്ചർ, ഡോക്ടർ നയനാരാജ്, പഴുന്നാന മഹല്ല് ഖത്തീബ് യൂസഫ് അലി ഭാഗവി, പഴുന്നാന പറപ്പുകാവ് മേൽശാന്തി ശങ്കരനാരായണൻ നമ്പൂതിരി, ആക്ട്സ് കുന്നംകുളം പ്രസിഡന്റ് ഫാദർ സ്റ്റീഫൻ ജോർജ്, പ്രോഗ്രാം കൺവീനർ KM ഉമ്മർ, MU അജ്മൽ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. പദവി വഹിച്ചിരുന്ന AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചതോടുകൂടി പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിലായിരുന്നു. ഓഗസ്റ്റ് 7 രാവിലെ 11 മണിക്ക് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി 7ാം വാർഡ് മെമ്പർ PV രജീഷും UDF സ്ഥാനാർത്ഥിയായി 2ാം വാർഡ് മെമ്പർ വിജേഷ് കുട്ടനും മത്സരിക്കും. ആകെയുണ്ടായിരുന്ന 15 പഞ്ചായത്ത് അംഗങ്ങളിൽ 8 അംഗങ്ങൾ UDF-നും 7 അംഗങ്ങൾ LDF-നും എന്ന നിലയിലായിരുന്നു. ഇതിൽ UDF പക്ഷത്തുണ്ടായിരുന്ന 9ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒരുമിച്ച് രാജിവെച്ചതോടെയാണ് UDF-ന് ഭരണം നഷ്ടമായത്. പ്രസിഡന്റ് സ്ഥാനം പങ്കുവയ്ക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം UDF നേതൃത്വം സന്ധ്യയോട് ആവശ്യപ്പെടുകയും എന്നാൽ ആ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ മെമ്പർ സ്ഥാനവും കൂടി രാജിവെക്കുകയായിരുന്നു. മെമ്പർ സ്ഥാനം രാജിവെച്ച് UDF-ന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി ഭരണപ്രതിസന്ധി സൃഷ്ടിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യയെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച വരണാധികാരി സുഹാനിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കും. ബാലറ്റ് പേപ്പറിലൂടെ അംഗങ്ങൾ വോട്ട് ചെയ്യും. ഒരാൾ രാജിവെച്ചതോടെ ബാക്കിയുള്ള 14 അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക. ഇതിൽ സമനിലയിൽ തുടരുകയാണെങ്കിൽ പിന്നീട് ടോസ് ചെയ്തായിരിക്കും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. മെമ്പർ രാജിവെച്ച 9ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പിന്നീട് പ്രഖ്യാപിക്കും. CCTV ന്യൂസ്, തൃത്താല. കാട്ടുകാമ്പാൽ സ്രായിക്കടവ് പാലത്തിന് സമീപം മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുന്നതുമായി തർക്കം.
റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ മരത്തിന്റെ ചില്ലകൾ തട്ടുന്നത് പതിവായതോടെയാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതിനെതിരെ സ്വകാര്യ വ്യക്തി പരാതി നൽകിയതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി ദിനത്തിന്റെ വിവിധ സംഘടനകളാണ് സ്രായിക്കടവ് പാലത്തിന് സമീപം റോഡരികിൽ നട്ട വൃക്ഷത്തൈകളാണ് ഇപ്പോൾ വലിയ മരങ്ങളായി മാറിയത്. പാലത്തിന് സമീപം കോൺക്രീറ്റ് കട്ടകൾ വിരിച്ച് മനോഹരമാക്കിയപ്പോൾ ഈ മരങ്ങളെ സംരക്ഷിച്ചാണ് നടപ്പാത ഒരുക്കിയത്. അധ്യാപിക സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി VVK ബിന്ദു ടീച്ചറാണ് മരിച്ചത്. കല്ലൂർ പള്ളിക്ക് സമീപം ആറ്റുപുറം കീക്കോട്ട് സയ്യിദ് ഹൈദ്രോസ് തങ്ങളുടെ മകളും അക്ഷര കോളേജ് ഹാരിസ് തങ്ങളുടെ സഹോദരിയുമാണ് പരേത. 51 വയസ്സായിരുന്നു. പൊന്നാനി MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അധ്യാപികയാണ്. അറയ്ക്കൽ അമീനക്കുട്ടിയാണ് മാതാവ്. ആദിൽ ഏകമകനാണ്. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കല്ലൂർ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ഒറ്റയാൾ സമരം 20 ദിവസം പിന്നിട്ടു. അപകട ഭീഷണിയായ മരക്കൊമ്പ് മുറിക്കുന്നതുവരെ സമരം തുടരുമെന്ന് മൂഞ്ഞാർ ബാബു. വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന പെരുമ്പിലാവ് അൻസാർ സ്കൂളിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന പാഴ്മരത്തിന്റെ ശിഖരങ്ങളാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നത്. പഞ്ചായത്ത് മുതൽ കളക്ടറേറ്റ് വരെയും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് ബാബുവിന്റെ ഒറ്റയാൾ സമരം. ഏത് നിമിഷവും പൊട്ടിവീഴുമെന്ന അവസ്ഥയിലുള്ള മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതുവരെ സമരം തുടരുമെന്ന് ബാബു പറഞ്ഞു. എന്നാൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ പാടം വരെയുള്ള അപകട ഭീഷണിയായ മരശിഖരങ്ങൾ പഞ്ചായത്ത് ഇടപെട്ടതിനെ തുടർന്ന് KSTP മുറിച്ചു മാറ്റി വരികയാണെന്നും അടുത്ത ദിവസം തന്നെ ഈ മരത്തിന്റെ കൊമ്പുകളും മുറിച്ച് അപകടാവസ്ഥ ഒഴിവാക്കുമെന്നും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പറഞ്ഞു. ഒരു കൊമ്പ് മുറിക്കുന്ന പറയാൻ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ പൊട്ടി വീഴണം, അത് പറയാൻ അവിടെ ഉണ്ടാവും. ഗൗരവമായിട്ട് അയച്ചിട്ടുണ്ട്. അത് കുന്നോളം കക്കാട് PW ഓഫീസിൽ പോയപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞത്. മരം മുറിക്കണമെൻ്റെ കാര്യം, മരം മുറിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ മരം മുറിക്കാൻ നമ്മൾ പറയുമ്പോൾ ഒരു വലിയൊരു കടുത്ത കൈയാവും. അപ്പോൾ അതിൽ ഭാരമുള്ള കൊമ്പുകൾ റോഡിലേക്ക് നിൽക്കണത്, അത് മുറിച്ച് കളയണം. അപ്പോൾ അത് മരം നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കും. ഇത് മുറിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ KSTPക്കും PWDക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്കൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കല്ലുംപുറത്ത് ഇപ്പോൾ മരങ്ങൾ ശിഖരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അന്ന് തന്നെ അത് ഇറക്കാം എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇത് ഇറക്കുന്ന തൊഴിലാളികൾ അവശരായി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് നാളെ മറ്റന്നാൾ കൂടി അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. KSTP തന്നെയാണ് അതിന് മുൻകൈ എടുക്കുന്നതും അത് മുറിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഒളിമ്പിക്സ് റണ്ണും റിംഗ് ഫോർമേഷനും സംഘടിപ്പിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും തുടർച്ചയായി 3ാം ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മുഹമ്മദ് അനസിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. കലാലയത്തിലെ മുൻ കായിക വിഭാഗം മേധാവിയും ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരിയുമായ പ്രൊഫസർ MM മീന, കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ, കായിക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, കോളേജ് യൂണിയൻ ചെയർമാൻ RI ഇജാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോളേജിലെ കായിക താരങ്ങളും വിദ്യാർത്ഥികളും അണിനിരന്ന ഒളിമ്പിക്സ് റൺ KR സാംബശിവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോളേജ് ഗ്രൗണ്ടിനടുത്തുള്ള ഹെലിപാഡിൽ വിദ്യാർത്ഥികൾ ഒളിമ്പിക്സ് വളയങ്ങളിൽ കണ്ണിച്ചേർന്നു. ഏകദേശം 1000ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഒളിമ്പിക്സ് വളയങ്ങൾ തീർത്തത്. മുല്ലശ്ശേരി ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തിൽ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തുകൊണ്ട് ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ദിൽന ധനേഷ് അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി ഔഷധക്കഞ്ഞിയെക്കുറിച്ച് അവബോധം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് വികസന സ്ഥിരം സമിതി ചെയർമാൻ EV പ്രബീഷ്, ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ വേലായുധൻ, ആശുപത്രി വികസന സമിതി അംഗം AK ഹുസൈൻ, ഫാർമസിസ്റ്റ് അമീന ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. രോഗികൾക്കും യോഗ പരിശീലനം ചെയ്യുന്നവർക്കും ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സംഗീത ആൽബം നിർമ്മിച്ച് ശ്രദ്ധ നേടിയ കുന്നംകുളം സയൻഷ്യ അക്കാദമിയുടെ പുതിയ ആൽബം പുറത്തിറങ്ങി. ലഹരി വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണ ഗാനത്തിന്റെ മ്യൂസിക് AI നിർമ്മിതമാണ് എന്നതിനു പുറമെ അനിമേഷൻ ദൃശ്യങ്ങളും ആൽബത്തെ വേറിട്ടതാക്കുന്നു. പറയൂ നീ കൂട്ടുകാർ
അനുഗ്രഹീതമായ ഈ ജീവിതവും അതിലെ സ്വപ്നങ്ങളുമാണ് യഥാർത്ഥ ജീവിതലഹരി എന്ന സന്ദേശമാണ് ആൽബത്തിന്റെ ഉള്ളടക്കം. സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ലഹരിക്കെതിരെയുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാവുകയാണ് ആൽബം. ലൈഫ് ഈസ് കളർഫുൾ, ഡ്രഗ്സ് ആർ നോട്ട് എന്ന ആൽബം സയൻഷ്യ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊഡക്ഷൻ വിഭാഗമായ രുക്മിണി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുവജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടാനും പ്രചോദനമാകാനും കഴിയുക എന്ന ലക്ഷ്യത്തോടെ അനിമേഷൻ ദൃശ്യങ്ങളാണ് ഗാനത്തിന് നൽകിയിരിക്കുന്നത്. അന്തിക്കാട് സ്വദേശികളായ ആതിര, ഗാന എന്നിവരാണ് ആനിമേഷൻ ദൃശ്യങ്ങൾ ഒരുക്കിയത്. സയൻഷ്യ അക്കാദമി പ്രിൻസിപ്പൽ ശ്യാമേഷ് രാഘവൻ്റേതാണ് വരികൾ. സയൻഷ്യ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലാണ് മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം വാർഡ് തല ശില്പശാല നടത്തി. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബേൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ശ്രീധരൻ മക്കാലിക്കൽ, റഷീദ്, രുക്മ്യ സുധീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസ്ലുൽ അലി, സെക്രട്ടറി അനിത രാമൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ, വാർഡ് അംഗങ്ങൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങൾ, അംഗൻവാടി അധ്യാപകർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കില തീമാറ്റിക് കോർഡിനേറ്റർ ആൻസി ക്ലാസ് എടുത്തു. 200ഓളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു. യുദ്ധവിരുദ്ധ സന്ദേശത്തോടെ ലോകം ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. വിദ്യാലയങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന സന്ദേശമുയർത്തി മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. വെള്ള ബലൂണുകൾ വാനിൽ പറത്തിക്കൊണ്ട് PTA പ്രസിഡന്റ് CD ഷിൻഡോ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരുമ്പൂർ അധ്യക്ഷയായി. ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളുടെ തിക്താനുഭവങ്ങളും അണുബോംബുകളുടെ മാരക പ്രഹരശേഷിയെക്കുറിച്ചും ജസീന്ത ടീച്ചർ വിശദീകരിച്ചു. MPTA പ്രസിഡന്റ് ജിംന സന്തോഷ്, SRG കൺവീനർ നിസ്മി ജെയിംസ്, ജസീന്ത ടീച്ചർ, ടെജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ദിനാചരണങ്ങളുടെ ഭാഗമായി സഡാക്കോ കോക്ക് നിർമ്മാണ പതിപ്പുകൾ, മുദ്രഗീത രചന, ഡോക്യുമെന്റേഷൻ, വീഡിയോ നിർമ്മാണം, നൃത്താവിഷ്കാരം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ വലിയ ക്യാൻവാസിൽ യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്ന ചിത്രങ്ങളും വാചകങ്ങളും വരച്ച് വിദ്യാലയ അങ്കണത്തിൽ പ്രദർശിപ്പിച്ചു. ചിത്രകലാ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടിന്റെ നേതൃത്വത്തിലാണ് ചിത്രബോർഡ് തയ്യാറാക്കിയത്. പ്രിൻസിപ്പാൾ സന്തോഷ് T. ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ആൻഡ്രു C. കാക്കശ്ശേരി അധ്യക്ഷയായി. രാവിലെ നടന്ന സ്കൂൾ അസംബ്ലിയിൽ യുദ്ധവിരുദ്ധ സന്ദേശം വായിച്ചു. സാമൂഹ്യശാസ്ത്രം അധ്യാപികമാരായ P. സിനി ജോസ്, ജസ്ലിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണിശ്ശേരി XLPR LP സ്കൂളിൽ ഹിരോഷിമ ദിനാചരണത്തിന്റെ ഭാഗമായി യുദ്ധവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക CK ലില്ലി അധ്യക്ഷയായി. അധ്യാപകരായ PV സിന്ധു, ലീന ജോസ്, ഏഞ്ചൽ റോസ് എന്നിവർ സംസാരിച്ചു. സെമിനാറിന് ശേഷം വിദ്യാർത്ഥികൾ നിർമ്മിച്ച സുഡാക്കോ പക്ഷിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് യുദ്ധവിരുദ്ധ സമാധാന പ്രതിജ്ഞ ചൊല്ലി. ദിനാചരണത്തിന് വിദ്യാർത്ഥികളായ ഡാൻവി, അമൻറാം, അനുശ്രീ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതീകാത്മക സമാധാന വെള്ളരിപ്രാവുകളുമായി ഹിരോഷിമ ദിനം ആചരിച്ചു. അൻസാർ സ്കൂൾ ടീൻ ഇന്ത്യ മലർവാടി ബാനറിന്റെ കീഴിൽ സംഘടിപ്പിച്ച പരിപാടി പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷൈനി ഹംസ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ പ്രിൻസിപ്പൽമാരായ രവ്യ KR, സലീന ഖാദർ, കോർഡിനേറ്റർ അസീസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ ഹന മറിയം, സിയ എന്നിവർ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകരായ KP ഷാഹിദ, PM സൈനബ, S സോന, KM ഉവൈസ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ 78ാം ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണ്ണനായ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ കൺവീനർമാരായ CV ജെയിംസ്, PJ ജോമി, കൈക്കാരന്മാരായ EA ജെയിംസ്, ET ജോബി, PV ടോണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ ആഘോഷമായ തിരുനാൾ കുർബാന, സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം, നേർച്ചയൂട്ടും ഉണ്ടാകും. തിരുകർമ്മങ്ങൾക്ക് എൽത്തുരുത്ത് മൈനർ സെമിനാരി റെക്ടർ ഫാദർ ഷൈസൺ പൊറുത്തൂർ മുഖ്യ കാർമ്മികനാകും. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പരിധിയിലുള്ള 5 ഗ്രാമപഞ്ചായത്തുകളുടെയും ജലബജറ്റ് പ്രകാശനം പൊന്നാനി MLA P. നന്ദകുമാർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജലബജറ്റ് ഏറ്റുവാങ്ങി. നവകേരള മിഷന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ജലബജറ്റ് തയ്യാറാക്കിയത്.
CWRDMന്റെ സാങ്കേതിക പിന്തുണയും ലൈൻ ഡിപ്പാർട്ട്മെന്റുകളായ കൃഷി, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, KLDC, MGNREGS, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകളുടെ ഏകോപനത്തിലുമാണ് പദ്ധതി തയ്യാറാക്കിയത്. ആവശ്യത്തിനനുസരിച്ച് ജലം സംരക്ഷിക്കുന്നതിന് മണ്ണിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികളും ലക്ഷ്യമിടുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് E. സിന്ധു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടീച്ചർ, ഷംസു കല്ലാട്ടേൽ, ബിനീഷ മുസ്തഫ, KV ഷഹീർ, മിസ്രിയ സൈഫുദ്ദീൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൌദാമിനി, ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈർ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിതിൻ, BDO അമൽദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ തദ്ദേശ ജനപ്രതിനിധികൾ, മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ, കൃഷി, KLDC, മണ്ണ് സംരക്ഷണം തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംശദായം 3 ഇരട്ടിയാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളി പെൻഷൻ, തൊഴിലാളികളുടെ മക്കളുടെ വിവാഹ സഹായം, വിദ്യാഭ്യാസ ധനസഹായം എന്നിവയിൽ വലിയ കുടിശ്ശികയാണ് സർക്കാർ വരുത്തിയതെന്നും ഇതിന് പരിഹാരം കാണാതെ അംശാദായം 3 ഇരട്ടിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും C. മുസ്താഖ് അലി കൂട്ടിച്ചേർത്തു. വർഷം തോറും ക്ഷേമനിധിയിൽ അടക്കാറുള്ള തുക 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ വർധനവ് ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിവാഹ ധനസഹായം, മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം, മത്സ്യത്തൊഴിലാളി പെൻഷൻ എന്നിവ വലിയ രീതിയിൽ കുടിശ്ശിക നിലനിൽക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഈ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നാഗലശ്ശേരി പഞ്ചായത്തിൽ 4 പശുക്കൾ പേവിഷബാധയേറ്റ് ചത്തു. ഒരു ആട്ടിൻകുട്ടിക്കും വിഷനായ്ക്കളുടെ കടിയേറ്റു. പ്രദേശത്ത് നാട്ടുകാർ ഭീതിയിൽ. നാഗലശ്ശേരി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ക്ഷീരകർഷകരുടെ 4 പശുക്കളാണ് വിഷനായ്ക്കളുടെ കടിയേറ്റ് ചത്തത്. ഒരു ആടും പേവിഷബാധയേറ്റ് ചത്തിട്ടുണ്ട്. നിലവിൽ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് ഇവിടെ. ഇവയ്ക്കിടയിൽ വിഷനായ്ക്കളുടെ സാന്നിധ്യവും കണ്ടു തുടങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ. നിരവധി തവണ തെരുവുനായ ശല്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ ഹസീബ് റഹ്മാൻ പറയുന്നു. തെരുവുനായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പലതവണ പഞ്ചായത്തിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തദ്ദേശ സ്വയം സഹകരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ്. ഇന്ന് അടിയന്തരമായി ഞങ്ങൾ പൊതുജനങ്ങളെല്ലാവരും കൂടി ഒരു മാസ് പെറ്റീഷനായിട്ട് മന്ത്രിക്ക് കൈമാറുന്നുണ്ട്. അടിയന്തരമായിട്ട് ഈ തെരുവുനായ്ക്കളുടെ നിയന്ത്രണം അവരെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുന്ന വിധത്തിലുള്ളത് മാത്രമല്ല, മദ്രസയിലേക്കും അംഗൻവാടിയിലേക്കും സ്കൂളിലേക്കും നടന്നു പോകുന്ന കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് നിരവധി പരാതികളാണ് എൻ്റെ പ്രദേശത്തു നിന്നുള്ള ആളുകൾ തരുന്നത്. മദ്രസ വിദ്യാർത്ഥികൾക്കും അംഗൻവാടിയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുമെല്ലാം ഭീതിയിലാണ് കഴിയുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പേവിഷബാധ ഏറ്റ മൃഗങ്ങളെ പരിപാലിക്കുന്നവരും ശരീരങ്ങൾ മറവ് ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് മുന്നറിയിപ്പ് നൽകി. അസുഖം ബാധിച്ച മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവയെ പരിപാലിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവയുടെ സ്രവങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് സ്പർശിക്കാത്ത തരത്തിൽ നമ്മൾ അവയെ കൈകാര്യം ചെയ്യണം. അവയെ മറവ് ചെയ്യുമ്പോഴും അത് ശാസ്ത്രീയമായിട്ട് മറവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവർ ഉടനടി ഇഞ്ചക്ഷനും എന്തായാലും നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ഇവയുടെ സ്രവം വഴി രോഗബാധ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതായും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം MLAയും മന്ത്രിയുമായ MB രാജേഷിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. വാർഡ് മെമ്പർ അസീബ് റഹ്മാൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ്, P. മാധവദാസ്, സൈദാലി ഷാഹുൽ ഹമീദ്, പ്രകാശൻ റഹ്മത്ത്, ജയ, ആശാവർക്കർ, ജ്യോതി തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. CCTV ന്യൂസ്, തൃത്താല. ദീർഘകാലം കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ സിവിൽ സർജനായി പ്രവർത്തിച്ചിരുന്ന ലയൺസ് ക്ലബിന്റെ മേഖലാ ഭാരവാഹിയായിരുന്ന ഡോക്ടർ TR ലൂയിസിന്റെ സ്മരണയിൽ അനുശോചന യോഗം ചേർന്നു. കുന്നംകുളം ഇന്ദിരാനഗറിലുള്ള ലയൺസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് CK അപ്പുമോൻ അധ്യക്ഷനായി. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, കുന്നംകുളം നഗരസഭാധ്യക്ഷ സീതാ രവീന്ദ്രൻ, ലയൺ 318D ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് പോൾ വളപ്പില, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് വാര്യർ, ജോസഫ് ജോൺ, ടോണി ഏനോക്കാരൻ, സുഷമ നന്ദകുമാർ, സാജു ആന്റണി പത്താടൻ, അഡ്വക്കേറ്റ് സോമകുമാർ, റഹ്മത്തുള്ള, ഡോക്ടർ ആന്റണി മാളിയേക്കൽ, KP സാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. പാറേമ്പാടം കമ്പിപ്പാലത്ത് തോട് അവസാനിക്കുന്നത് കാനയിൽ. തോട്ടിലൂടെ ഒഴുകിവരുന്ന വെള്ളം കാന നിറയുന്നതോടെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണ്.
കാലവർഷം ശക്തമായതിനെ തുടർന്ന് 2 തവണ സംസ്ഥാന പാതയിൽ വെള്ളം കയറിയിരുന്നു. കൊങ്ങണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണ് സംസ്ഥാന പാതയ്ക്ക് സമീപത്തെ കാനയിൽ പതിക്കുന്നത്. സംസ്ഥാന പാതയ്ക്ക് കുറുകെ കലുങ്ക് നിർമ്മിച്ച് തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ആശാരിത്തോട്ടിലേക്ക് എത്തിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ പൂങ്കുന്നം കുറ്റിപ്പുറം റോഡ് നവീകരണം പാതി വഴിയിൽ നിലച്ചതോടെ കലുങ്ക് പണി നടത്തിയില്ല. ഇതോടെ മഴവെള്ളം കാന നിറഞ്ഞ് സംസ്ഥാന പാതയിൽ നിറഞ്ഞൊഴുകുന്നത് പതിവാണ്. പാറേമ്പാടത്ത് പലയിടത്തും കാന നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇതുമൂലം മഴവെള്ളം പലയിടത്തും റോഡിലൂടെ ഒഴുകുകയാണ്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. കർത്താവ് ശിഷ്യരായ യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് താബോർ പർവ്വതത്തിലേക്ക് കയറി അവരുടെ മുമ്പിൽ മറുരൂപപ്പെടുകയും സൂര്യനെപ്പോലെ പ്രകാശിക്കുകയും മോശയും ഏലിയാവും തന്നോട് സംസാരിക്കുന്നതായി കാണപ്പെടുകയും ചെയ്തതിനെ അനുസ്മരിച്ചുകൊണ്ട് ആചരിക്കുന്നതാണ് കൂടാരപ്പെരുന്നാൾ. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നോമ്പിലെ 6ാമത്തെ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്കും ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദീർഘകാലം സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയായിരുന്ന ഫാദർ സി വി അബ്രഹാം കത്തനാരുടെ 16ാം ചരമവാർഷികത്തിന്റെ ഓർമ്മ പ്രാർത്ഥനയും സെമിത്തേരിയിലെ പ്രാർത്ഥനയും നടന്നു. ചടങ്ങുകൾക്ക് കൈസ്ഥാനി സി ജെ സന്തോഷ്, സെക്രട്ടറി സിൻഡോ കെ ഷീമോൻ എന്നിവരടങ്ങുന്ന പള്ളി മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. വിദ്യാലയങ്ങളിൽ BRCയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ് പഠന പരിപോഷണ പരിപാടിയായ നൈപുണ്യയ്ക്ക് ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കമായി. മികച്ച പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ഗുണനിലവാരമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന നൈപുണ്യയുടെ സ്കൂൾ തല ഉദ്ഘാടനം ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ലീജു നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. BRC പ്രതിനിധി CC ഷെറി മാസ്റ്റർ, മദർ സുപ്പീരിയർ സിസ്റ്റർ സിദ്ധി, അധ്യാപക പ്രതിനിധി ദീപ ടീച്ചർ എന്നിവർ സംസാരിച്ചു. പ്രോജക്ടിന്റെ ഭാഗമായി പ്രകൃതിയോടിണങ്ങി പഠനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പഠന വീടും വിദ്യാർത്ഥികളിൽ മൂല്യാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഹോണസ്റ്റിക് ക്ലബ്ബും ഗുണനിലവാരമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ്. വിഷയാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിലെ അഭിരുചികൾ വളർത്തുക എന്നതാണ് നൈപുണി പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരം പുഴക്കിൽ ഭീതിയിലാണ്. ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന് സമീപമുള്ള തകർന്ന സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ വീണ്ടും പുഴയെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പുഴ കരകവിഞ്ഞതോടെയാണ് കൂടുതൽ കരഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത്. ഇതോടെ യജ്ഞേശ്വരം ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയോരം കൂടുതൽ കരയിടിച്ചിൽ ഭീഷണിയിലായി. വെള്ളിയാങ്കല്ല് പദ്ധതിയുടെ ഷട്ടറുകൾക്ക് സമീപമാണ് ക്ഷേത്രക്കടവും നിലനിൽക്കുന്നത്. കരയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളിയാങ്കല്ല് ജലസേചന പദ്ധതിയുടെ 27 ഷട്ടറുകളിൽ യജ്ഞേശ്വരം ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള 1ാമത്തെ ഷട്ടർ തുറന്നിരുന്നില്ല. മറ്റ് 26 ഷട്ടറുകൾ തുറന്നിട്ടും ഈ ഷട്ടർ തുറന്ന് കൂടുതൽ ജലം ഒഴുക്കിക്കളയാൻ സാധിക്കാത്തത് പ്രതിഷേധത്തിന് ഇടവച്ചിരുന്നു. പുഴയുടെ മറുകരയിലുള്ള വെള്ളിയാങ്കല്ല് പൈതൃക പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും പാർക്ക് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പാർശ്വഭിത്തി ഇനിയും ഇടിയുകയാണെങ്കിൽ പുനർനിർമ്മിക്കുന്നത് കൂടുതൽ ശ്രമകരമാകും. ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള ഭാഗം ഉള്ളിലേക്ക് ഇടിഞ്ഞു കയറുന്നത് വൻ സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട്. 2018 പ്രളയത്തിലും 2019 വെള്ളപ്പൊക്കത്തിലും ഇടിഞ്ഞുവീണ ഭിത്തി തകർന്ന് 6 വർഷം പിന്നിട്ടിട്ടും നന്നാക്കാൻ സാധിക്കാത്ത നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ്. സിസിടിവി ന്യൂസ് തൃത്താല. വാഗ UP സ്കൂളിൽ ഒളിമ്പിക്സ് സ്പെഷ്യൽ അസംബ്ലി നടന്നു. പാരീസിൽ നടക്കുന്ന 33ാമത് ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള സ്മിത ടീച്ചർ സ്കൂൾ ലീഡർ മുഹമ്മദ് ഷാദിലിന് കൈമാറി. തുടർന്ന് ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദീപശിഖയുടെ പ്രസക്തിയെക്കുറിച്ചും വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒളിമ്പിക്സ് സന്ദേശം ഷംന ടീച്ചർ അസംബ്ലിയിൽ വായിച്ചു. മിനി ടീച്ചർ, നിഷ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഇംഗ്ലീഷിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി ചാലിശ്ശേരി സ്വദേശിനി അഞ്ജന. കൃഷ്ണാഞ്ജനം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ശോഭന ദമ്പതികളുടെ മകളായ അഞ്ജന ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. മഴക്കെടുതിയിൽ അവശത അനുഭവിക്കുന്ന വേലൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ കൈത്താങ്ങ്.
വീടിന്റെ പരിസരത്തുള്ള വെള്ളക്കെട്ട് ഒഴിയാത്തതിനാൽ ജോലിക്ക് പോകാനാകാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്കാണ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നിഷാജി നായർ, അസിസ്റ്റന്റ് സൗമ്യമോൾ എന്നിവരുടെ നേതൃത്വത്തിൽ NSS വോളണ്ടിയർമാർ പച്ചക്കറി പലചരക്ക് കിറ്റുകൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വാർഡ് മെമ്പർ ശുഭ, സ്കൂൾ PTA പ്രസിഡന്റ് KK രാജൻ എന്നിവരും സന്നിഹിതരായിരുന്നു. വയനാടിനായി നാടൊന്നിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നു. ഒറ്റയല്ല, കൂടെയുണ്ട് എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടാണ് ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഏകദിന വിഭവ സമാഹരണം വഴി അണ്ടത്തോട് CH കലാ സാംസ്കാരിക സമിതി പ്രവർത്തകർ സമാഹരിച്ച വസ്ത്രം, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നേരിട്ടെത്തിച്ചു. സമിതി ഭാരവാഹികളായ CM ഗഫൂർ, TM ഇല്യാസ്, CU ഷക്കീർ, KCM ബാദുഷ, അഷ്റഫ് ചോലയിൽ, പുന്നൂർക്കുളം പഞ്ചായത്ത് മെമ്പർ KH ആബിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. DYFI വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് മുണ്ടത്തിക്കോട് അമ്പലനട യൂണിറ്റ് സ്ക്രാപ്പ്, നാളികേരം എന്നിവയുടെ ശേഖരണത്തിലൂടെ കണ്ടെത്തിയ 12,500 രൂപ ആദ്യഘട്ടമായി നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രഘുവിനെ കൈമാറി. ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത്, യൂണിറ്റ് പ്രസിഡന്റ് ജിഷ്ണു പന്തക്കൽ എന്നിവർ പങ്കെടുത്തു. വയനാടിന്റെ പുനർനിർമ്മിതിക്കായി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചു. അടിയന്തര പഞ്ചായത്ത് യോഗത്തിലാണ് തീരുമാനമായത്. പഞ്ചായത്ത് നിവാസികൾ തങ്ങളാൽ കഴിയാവുന്ന സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓൺലൈനായി നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി അഭ്യർത്ഥിച്ചു. വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ നിത്യശാന്തിക്കായി ആൽത്തറ രാമരാജ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രാർത്ഥന നടത്തി. സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം അസംബ്ലി ഒരുക്കിയാണ് കുരുന്നുകൾ പ്രാർത്ഥന നടത്തിയത്. ചിറ്റണ്ടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുണ്ടിയത്ത് പറമ്പിൽ ചന്ദ്രിക തന്റെ കുടുക്ക സമ്പാദ്യം DYFIക്ക് നൽകി. വയനാട് ദുരന്ത മേഖലയിൽ DYFI നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ നിർമ്മാണ ചിലവിലേക്ക് ധനസമാഹരണത്തിനായി DYFI നടത്തുന്ന സ്ക്രാപ്പ് ചലഞ്ചിന്റെ ഭാഗമായി വീടുകൾ കയറുമ്പോഴാണ് ചന്ദ്രിക ചേച്ചിയെ കണ്ടുമുട്ടിയത്. സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന ചന്ദ്രിക എന്ന വീട്ടമ്മ തന്റെ കുടുക്ക സമ്പാദ്യം മുഴുവൻ പ്രവർത്തകർക്ക് കൈമാറി. ക്യാമ്പയിനിൽ തനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ചന്ദ്രിക പറഞ്ഞു. സൈക്കിൾ വാങ്ങാൻ കുടുക്കയിൽ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി 9-ാം വയസ്സുകാരൻ മുഹമ്മദ് ഹിഷാം. ചിറക്കൽ സ്വദേശി നിസാർ ജുവൈരിയ ദമ്പതികളുടെ മകനാണ്. ചിറക്കൽ മോസ്കോ ക്ലബ്ബ് പ്രവർത്തകർക്കാണ് ഹിഷാം തന്റെ കുഞ്ഞു സമ്പാദ്യമായ 2041 രൂപ കൈമാറിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്റെ റെഡിമെയ്ഡ് തുണിക്കടയിലെ മുഴുവൻ തുണിത്തരങ്ങളും സംഭാവന ചെയ്ത് പെരുമ്പിലാവ് ഒസാരു വീട്ടിൽ ഷൗക്കത്ത്. പെരുമ്പിലാവ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ബ്ലൂബെൽ ഫാൻസി ആൻഡ് കിഡ്സ് വെയർ എന്ന സ്ഥാപനത്തിൽ നിന്നും 3 ലക്ഷത്തോളം രൂപ വില വരുന്ന വസ്ത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചത്. ക്യാമ്പിലേക്ക് ലഭിക്കുന്നത് കൂടുതലും പഴയ വസ്ത്രങ്ങളാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് പുതിയ വസ്ത്രങ്ങൾ ക്യാമ്പിലെത്തിക്കാൻ പ്രേരണയായത്. ഡയപ്പറുകളും അടിവസ്ത്രങ്ങളും അടക്കം കുട്ടികൾക്കും സ്ത്രീകൾക്കും നിത്യോപയോഗത്തിനുള്ളവയാണ് ഏറെയും. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ ചുങ്കത്ത് ചാർലി പോൾ, സിനി ചാർലി ദമ്പതികളുടെ മക്കളായ അപ്സര, സാഗർ, സാജൻ എന്നിവരുടെ സമ്പാദ്യമായ 2,645 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഏറ്റുവാങ്ങി. വടുതല ഗവൺമെന്റ് UP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിനി ആയിഷ അസീം തന്റെ സമ്പാദ്യ കുടുക്ക വയനാട്ടിലെ ദുരിതബാധിതർക്ക് സംഭാവന നൽകി മാതൃകയായി. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപികയ്ക്ക് കുടുക്ക കൈമാറിയാണ് ഈ കൊച്ചുമിടുക്കി കാരുണ്യം തെളിയിച്ചത്. സ്കൂളിലെ SMC ചെയർമാൻ ഷനോഫിന്റെയും മാതൃ PTA പ്രസിഡന്റ് ഫാത്തിമത്തുൽ ആഷിഫയുടെയും മകളാണ് ആയിഷ. സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ജീവനക്കാരുടെയും വിഹിതം സമാഹരിച്ച് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്നാണ് സ്കൂൾ അധികൃതരുടെയും PTA-യുടെയും തീരുമാനം. വയനാടിന്റെ ദുരന്തഭൂമിയിലേക്ക് കുടുക്കയിൽ സമ്പാദിച്ച കുഞ്ഞു സമ്പാദ്യം നൽകി അന്തിക്കാട്ട് വിജീഷ് വിപിനി ദമ്പതികളുടെ മകനായ മാധവ്. ഒരുമനയൂർ തങ്ങൾപ്പടിയിൽ താമസിക്കുന്ന വിജീഷും വിപിനയും മകൻ മാധവിന്റെ ചെറിയ സമ്പാദ്യം ദുരിതബാധിതർക്കായി സംഭാവന നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഏറെ നാളായി ചേർത്തുവെച്ച 1,365 രൂപയാണ് സഹായമായി നൽകിയത്. ഗുരുവായൂർ MLA NK അക്ബറിന് തുക കൈമാറി. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, ഷൈനി ഷാജി, ഹസീന അൻവർ, KA ഉണ്ണികൃഷ്ണൻ, ജോഷി ഫ്രാൻസിസ്, ഹൈദ്രോസ് തങ്ങൾ, TVA ബക്കർ, അബൂബക്കർ, KV അബ്ദുൾ റഷീദ് എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കേകാട് യൂണിറ്റ് ഫണ്ടിൽ നിന്നും സ്വരൂപിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. യൂണിറ്റ് സെക്രട്ടറി PK റോസിലി 25,000 രൂപയുടെ ചെക്ക് തഹസിൽദാർ TP കിഷോർ കുമാറിന് കൈമാറി. ജില്ലാ കമ്മിറ്റി മെമ്പർ KT ശ്രീനിവാസൻ, ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ, യൂണിറ്റ് പ്രസിഡന്റ് K ലത്തീഫ്, ഖജാൻജി KC തോമസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV.
മുണ്ടത്തിക്കോട് പെരിയമ്മക്കാവ് ക്ഷേത്രത്തിലെ ഇല്ലം നിറ, മഹാഗണപതി ഹോമം എന്നിവ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി കല്ലടി നാരായണൻ എമ്പ്രാന്തിരി സഹകാർമ്മികനായി. കോമരം സോമൻ നായർ, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വാരാഘോഷം സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ചടങ്ങിൽ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷനായി. ഡോക്ടർ ധന്യ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി ട്രഷറർ മോൺസി അബ്രഹാം, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യൂസ്, സീനിയർ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ ജാനകി, ഡോക്ടർ സാറ തോമസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പൗർണമി മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. രാമായണ മാസത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവിൽ സർപ്പക്കാവിൽ ആയില്യപൂജ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമിതി സെക്രട്ടറി രാജു മാരാത്ത്, കോമരം വാസുദേവൻ, ദേവസ്വം അസിസ്റ്റന്റ് സുമോദ്, വാസുദേവൻ നമ്പീശൻ, കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. SYS മന്നലാംകുന്ന് സർക്കിൾ ബുർദ മജ്ലിസും പ്ലേറ്റ്യൂൺ സംഗമവും നടന്നു. അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നടന്ന സംഗമം റിയാസ് ഫാളിലി ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ ജനറൽ സെക്രട്ടറി അൽ അമീൻ തങ്ങൾപ്പടി, ജില്ലാ നേതാക്കളായ അബ്ദുൽ ലത്തീഫ് നിസാമി വരവൂർ, ഷമീർ സഖാഫി അന്തിക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ബുർദ മജ്ലിസിന് ഹാഫിസ് സാദിഖ് അലി ഫാളിലി ഗൂഡല്ലൂർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6385 രൂപ, പവന് 51,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 87 രൂപ. ചരമം ചിറക്കൽ വിളക്കത്തല കരുണാകരൻ നായർ മകൻ മോഹൻദാസ് എന്ന ദാസൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. പ്രമീള ഭാര്യയാണ്. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. അഞ്ഞൂർ തോട്ടുപുറത്ത് ഗംഗാധരൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8-ന് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടക്കും. ജാനകി ഭാര്യയാണ്. ട്രിജിത, ട്രിലേഷ്, അഭിലാഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. റേഷൻ കടകളിൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതോടെ ഇനി മുതൽ ഇഷ്ടമുള്ള ഇനം അരി ലഭിക്കില്ല. പുഴുക്കല്ലരി, മട്ടരി, പച്ചരി എന്നിവയെല്ലാം ചേർന്ന് വിതരണം നടത്തും. കെട്ടിക്കിടക്കുന്ന ചിലയിനം അരി വിറ്റുതീർക്കാനാണ് കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതെന്ന് സൂചന. ഒളിമ്പിക്സിന്റെ ആരവത്തിൽ വിദ്യാർത്ഥികൾ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സംഘടിപ്പിച്ച ഒളിമ്പിക്സ് റണ്ണും റിംഗ് ഫോർമേഷനും ആവേശകരം. വാഗ UP സ്കൂളിൽ ഒളിമ്പിക് സ്പെഷ്യൽ അസംബ്ലി നടന്നു. ലഹരി വിപത്തിനെതിരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി നാട്. പഴുന്നാനയിൽ എക്സൈസ് വിമുക്തി മിഷൻ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി അനിമേഷൻ ആൽബം നിർമ്മിച്ച് കുന്നംകുളത്തെ സയൻഷ്യ അക്കാദമി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൈപ്രമ്പ് അവറോൺ ഗ്രൂപ്പ് ചെയർമാൻ എടക്കളത്തൂർ മുടവക്കാട്ട് വീട്ടിൽ സത്യേന്ദ്രന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ ഭാര്യ രേണുക, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അവറോൺ സ്റ്റാഫ്സും.